ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ലുബാബ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇത് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഗൈസ്. സോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ആദ്യം തന്നെ നമ്മൾ മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. ജോയിൻ്റെ ഹൈഡ്ര റിഫ്രഷ് അൾട്രാ ലൈറ്റ് ജെൽ എന്ന് പറയുന്നത്. എൻ്റെത് ഓയിലി സ്കിന്നാണ്. സോ നമുക്ക് ഓയിലി സ്കിന്നിനൊക്കെ നല്ല ഒരു മോയ്സ്ചറൈസറാണ്. ജെൽ ടൈപ്പാണ്. അതുകൊണ്ട് നമുക്ക് അധികം ഓയിലി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. കണ്ടോ ഗൈസ്, ഇതിപ്പോൾ തന്നെ അബ്സോർബ് ആകും. അപ്പോൾ നമുക്ക് ഓയിലി ഫീൽ ചെയ്യത്തില്ല, ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. നല്ലതാണ് ഗൈസ്. നെക്സ്റ്റ് നമുക്ക് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഇതും ഓയിലി സ്കിന്നിന് നല്ലതാണ്. ഇതിൽ പാരബൻ ഫ്രീ ആണ്. സൺസ്ക്രീൻ SPF 50 PA++++ ഉണ്ട് ഗൈസ്. സോ കുഴപ്പമില്ല. ഇതും നമുക്ക് വലുതായിട്ട് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് തോന്നുന്നതാണ് ഗൈസ്, ഇതിപ്പോൾ തന്നെ സ്കിന്നിൽ അബ്സോർബ് ആവും. ഞാൻ കാണിച്ചു തരാം. ക്യാമറയിൽ നോക്കി ഈ ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ല പാടാണ് ഗൈസ്. കണ്ടോ ഗൈസ്, ഫുൾ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ ഗൈസ് ആ ഗ്ലോ? കണ്ടോ, ഒരു ഗ്ലോ ഒക്കെ വന്നില്ലേ? അതാണ്, നല്ല സൺസ്ക്രീനാണ് ഗൈസ്. നെക്സ്റ്റ് നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. എൻ്റെ ചുണ്ടിൽ ഓൾറെഡി ഉണ്ട്, എന്നാലും ലിപ് ബാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാജ് നല്ലതാണ് ഗൈസ്. ലിപ് ബാം ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇത് മോയ്സ്ചർ ആവും ഗൈസ്. നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. സോ ഐ മേക്കപ്പിന് ഇപ്പം നമ്മൾ ക്രീമൊക്കെ ഇട്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം ഗൈസ്. സെറ്റ് ചെയ്യാൻ ഫേസസ് കാനഡയുടെ ഒരു സെറ്റിംഗ് പൗഡറാണ്, കോമ്പാക്ട് പൗഡർ. നല്ലതാണ് ഗൈസ്. ഇത് ഷെയ്ഡ് വരുന്നത് നാച്ചുറൽ ഷെയ്ഡാണ്, പക്ഷെ നല്ല ഷെയ്ഡാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. അവളുടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട്, അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. നല്ലതാണ് ഗൈസ്. കാണിച്ചു തരാം. ശരിക്കും ഇതിലുണ്ട്, ബട്ട് നോക്ക്. ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം ഗൈസ്. നോക്കൂ ഗൈസ്, പൗഡർ ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതുകൊണ്ട് നല്ല കോമ്പാക്ട് പൗഡറാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇടുന്നതായിരിക്കും. സോ നമുക്ക് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഐ മേക്കപ്പ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ കുരുക്കളും പാടുകളും അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഗൈസ്. അതെൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് പിന്നെ എപ്പോഴും വരാറുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ മെയിൻ ആക്കാറുള്ളത്. എന്നാലും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ചില സമയങ്ങളിൽ വിജയിക്കാറുണ്ട്. പിന്നെ കുരുകൾ നമ്മളെന്തെങ്കിലും ഒരു ക്രീമൊക്കെ വാങ്ങിയിടുമ്പോഴും പിന്നെ ഫേസ് വാഷ് മാറ്റി നോക്കും. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് പോകുന്നുണ്ട്. ബട്ട് കുറച്ച് ചെയ്യുമ്പോൾ ഇത് വീണ്ടും വരും ഗൈസ്. എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെ നമുക്കതൊന്ന് ശീലമായി, അതാണ് സത്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പ്.
ഇപ്പം എൻ്റെ കയ്യിൽ ഐ ഷാഡോ ഒന്നുമില്ല. സോ ഞാൻ എൻ്റെ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്ക് അത് വെച്ച് തന്നെ ഐ ഷാഡോ ആയിട്ട്. സോ തീർന്ന കേസ്. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. കഴിയാറായി. സോ അതിൻ്റെ ജസ്റ്റ് നമുക്ക് ഐയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്ങനെയുണ്ട്? ഇത് ക്രീമി ലിപ്സ്റ്റിക്കാണ്. സോ നമുക്ക് സെറ്റിംഗ് പൗഡർ വെച്ച് കുറച്ച് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റായില്ലേ? ഇനിയാണ് ടാസ്ക്. ഐലൈനർ. ഇതാണ് മക്കളെ ടാസ്ക്. മുമ്പൊക്കെ ഞാൻ മറ്റേ ഐലൈനർ എഴുതുമ്പോൾ ഇങ്ങനെ വലിയ ഇതായിട്ട് എഴുതുമായിരുന്നു ഗൈസ്. അത് പണ്ടത്തെ ഒരു ഇതാണ്. പിന്നെ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ലൈൻ മാത്രം കൊടുക്കാം ഗൈസ്. എനിക്ക് വീഡിയോയിൽ നോക്കി പറ്റില്ല ഗൈസ്. സോ ഞാൻ മിറർ നോക്കില്ല. അതായിരിക്കും നല്ലത്. അതാണ് നല്ലത്. എൻ്റെ എക്സ്പ്രഷൻ ഒന്നും മൈൻഡ് ചെയ്യണ്ട ഗൈസ്. അത് നമ്മൾ ഗേൾസിന് ഐലൈനർ ഇടുമ്പോഴും മസ്കാര യൂസ് ചെയ്യുമ്പോഴൊക്കെ വരുന്നതാണ്. അതല്ലേ നല്ലത്. ഓക്കെ, ഇത്രയ്ക്ക് മതി. ശരിയായോ? വിശ്വസിക്കുന്നു. ഇനി ഇതിൽ പണിയാൻ നിന്നാൽ ഇതിനേക്കാളും കുളവാകും. വെറുതെ എന്തിനാണ്? സോ നമുക്കത് അവിടെ വെച്ച് നിർത്താം. ഇനി നെക്സ്റ്റ് മസ്കാര. ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്. ഐലൈനറും ബ്ലൂ ഹെവൻ്റെ തന്നെയാണ്. ഞാൻ ഇത് നൈക്കയിൽ വാങ്ങിയതാണ് ഗൈസ്. നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഐലൈനർ എന്ന് പറയുമ്പം എന്താണ് കളറൊക്കെ ഉണ്ട്, വരുന്നുണ്ട്, നല്ലതാണ്. പക്ഷേ എന്തോ അത്ര പിടിച്ചില്ല. കുഴപ്പമില്ല. പിന്നെ മസ്കാര നമുക്ക് എവറി ഡേ യൂസിന് നല്ലതാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ബ്ലാക്ക് കളർ നമ്മുടെ മുഖത്ത് അത്ര ഇതായിട്ട് വരുന്നില്ല. ഐലൈനറും അതുപോലെ തന്നെയാണ്. വാഷ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് പോകുന്നുണ്ട്. കാരണം അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് എന്താണ് ഡെയിലി യൂസിന് നല്ലതാണ്. കോളേജ് സ്കൂളിലൊക്കെ പോകുന്നവർക്ക് നല്ലതാണ്. ഇത് മുഖത്ത് ഡാർക്ക് സർക്കിളൊന്നും വരത്തില്ല ഈ ഡാർക്ക് യൂസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ പറയുന്ന സ്പീഡ് കൂടുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം ഞാൻ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയാൽ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. ക്ഷമിക്കണം, ഫസ്റ്റ് വീഡിയോ ആണ്. നമുക്ക് മസ്കാര മിറർ നോക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് വീഡിയോ നോക്കിയിട്ടൊന്നും പറ്റണില്ല ഗൈസ്. നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അതും ശരിയല്ല. അതും സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ഐബ്രോ ഞാൻ അങ്ങനെ ഫില്ല് ചെയ്യാറില്ല. എൻ്റെ ഒരു ഐബ്രോ പെൻസിലുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കോപ്പ് ചെയ്ത് കൊടുക്കുകയുള്ളൂ ഗൈസ്. കാരണം ഇനി ഞാൻ ഫില്ലും കൂടെ ചെയ്തിട്ട് അത് ദിഗംബരനെ പോലെ ആവും. വെറുതെ എന്തിനാണ്? സോ ഞാൻ ഫില്ല് ചെയ്യാറില്ല. ഇനി നെക്സ്റ്റ് നമ്മളെ മെയിൻ പാർട്ട് ലിപ്സ്റ്റിക്ക്. എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ് ഈ ലിപ്സ്റ്റിക്ക്. നമ്മളിങ്ങനെ എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് ഗൈസ്. കാരണം ഞാൻ പറഞ്ഞുതരുന്നുണ്ട്, ഗേൾസിന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സോ നമ്മളാദ്യം ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ രണ്ടെണ്ണമുള്ളത് ഗൈസ്. ഇത് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ ആണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഗൈസ്. ബട്ട് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ട അറിയാൻ ഒരു പിങ്ക് മാവെന്ന് പറയാൻ പറ്റില്ല, ഒരു പിങ്ക്. പക്ഷെ ഇത് അടിപൊളിയാണ്. ഇതൊരു റെഡ് ബ്രൗൺ
റെഡിഷ് ബ്രൗൺ ആണ് ഗൈസ്. ഇത് എൻ്റെ ഫേവറേറ്റ്. നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വീഡിയോയിൽ ഒന്നും പറ്റും നിറകുന്നത്. ഇനിയാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക്. എൻ്റെ ഫേവറേറ്റ്, എല്ലാ ഫേവറേറ്റ് തന്നെയാണ്. മാൾസിൻ്റെയാണ് കോറസ് ഗേൾ എന്ന് പറയുന്നത് 03 എന്ന് പറയുന്ന ഷെയ്ഡാണ് മാൾസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്. നല്ലതാണ് പ്ലീസ്. ഇത് ഞാൻ ഇങ്ങനെ ഇത് ആപ്ലിക്കേറ്റർ വെച്ച് ഇടാറില്ല, കാരണം ആപ്ലിക്കേറ്റർ വെച്ച് ഇടുമ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനെ. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുറച്ച് മതി. കണ്ടോ ഗൈസ്, നല്ല ഷെയ്ഡാണ് ഇത്. ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് ടിൻറ്റ് മാത്രമേ വരുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ നമ്മൾ ഇത് ഇടും തോറും നല്ലൊരു ഷെയ്ഡ് വരും ഗൈസ്. നല്ല കളറല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയുണ്ട്. ഇനി നമുക്ക് ബ്ലഷിന് ഞാൻ എൻ്റെ ബ്ലഷ് ഇല്ല ഗൈസ്, എല്ലാം വാങ്ങണം. ബ്ലഷ് നമ്മൾ ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. എൻ്റെ മാൾസിൻ്റെ, ശരിക്കും മാൾസിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡാണ് ഗൈസ്. മാൾസിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ അടിപൊളിയാണ്. എൻ്റെ ഫേവറേറ്റാണ് ഈ 2 ലിപ്സ്റ്റിക്ക്. അത് കണ്ടാലേ അറിയാലോ ഫേവറേറ്റ് ആണ്. ഇത്രയും കൂടെ ഉള്ളൂ ഗൈസ്. നമ്മൾ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. എനിക്ക് അത്യാവശ്യം ചീക്കുള്ളതുകൊണ്ടേ ബ്ലഷ് ഇടാൻ ഇതിനെപ്പറ്റിയൊന്നും വലുതായിട്ടൊന്നും അറിയില്ല, എന്നാലും നമ്മൾ കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കുരു വേണം, കുറച്ചധികം ഇരിക്കട്ടെ. ഞാൻ പൊതുവെ കവിളിൽ മാത്രമേ ഇടാറുള്ളൂ പ്ലീസ്. പിന്നെ ഇതിൽ മൂക്കിൽ താടിയിലൊന്നും ഞാൻ ഇടാറില്ല. നമുക്ക് ഇത്രയൊക്കെ മതി. ഒരു മാറ്റമൊക്കെ വന്നിട്ടില്ലേ. പിന്നെ ചില സമയത്ത് എനിക്കിങ്ങനെ എന്തോന്നു ക്രൈസാണ് ഭയങ്കര. ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ക്രൈസാണ്. സോ ലിപ്സ്റ്റിക്കിടുമ്പോൾ ഞാൻ ഈ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യാറുണ്ട് ചില സമയത്ത്. ഇപ്പോൾ ഒരു വേറെ ഷെയ്ഡ് വന്നിട്ടുണ്ടോ ഗൈസ്? എനിക്ക് ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ക്രൈസാണ് ഗൈസ്. അത് എൻ്റെ ഈ ഷെയ്ഡ് സെസ്റ്റി സുംബ മാൾസിൻ്റെ ഇല്ലാത്തൊരു ജീവിതം ഇല്ല ഗൈസ്. ഇതിൻ്റെ സെക്കൻഡ് പർച്ചേസാണ്. ഒരെണ്ണം കഴിഞ്ഞ് ഞാൻ കളഞ്ഞു. എല്ലാം റെഡിയായി അല്ലേ? ഇനി ലാസ്റ്റ് ഒരു സെറ്റിംഗ് പൗഡർ ഉണ്ട്. നമ്മൾ സെറ്റിംഗ് പൗഡർ വെച്ച് ഓക്കെ പതുക്കെ ഇതാക്കണം, അല്ലെങ്കിൽ നമ്മളെ ബ്ലഷൊക്കെ വെച്ച് പോകും ഗൈസ്. ഇപ്പം നന്നായിട്ടില്ല ഗൈസ്, ഉണ്ടെന്നേ കൊള്ളാല്ലേ. ഇനി ഷോള് മാറ്റണം. ഞാൻ ഷോൾ മാറ്റിട്ടില്ല. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഷോള്. അയ്യോ, ഈ ഷോള് കണ്ട ഗൈസ് കിടക്കില്ല. ഓർഗൻസ മെറ്റീരിയൽ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഈ ഷോൾ യൂസ് ചെയ്യാത്തത്. ബട്ട് കൊള്ളാം, നല്ല ഫിറ്റാണ്. ഈ ഹെയറൊക്കെ ഞാൻ നമുക്ക് തലയിൽ പിൻ ചെയ്ത് വെക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് ഇരിക്കൂല ഗൈസ്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ പിൻ ചെയ്ത് വെക്കാം. ഇനി ആ തലയിലെങ്കിലും കിടന്നോളാം ഗൈസ്.
ഇനി ഞാൻ ആക്സസറീസ് ഒന്നും എടുത്തില്ല. എൻ്റെ കയ്യിൽ കുറേ കമ്മലുണ്ട്. കമ്മലിടാം കമ്മലിടാം ഗൈസ്. പിന്നെ മതി ഗൈസ്. നമ്മൾ കാണാനില്ല. ഇനി കമ്മൽ ഓക്കെ അടിപൊളിയായല്ലേ? കമ്മൽ ചെയിൻ ഓൾറെഡി ഉണ്ട്. ഞാൻ പിന്നെ വലുതായിട്ട് ഇങ്ങനെ ആക്സസറീസ് യൂസ് ചെയ്യാറില്ല. കമ്മലിടും, പിന്നെ വാച്ച്. അപ്പം ഞാൻ അതൊന്നും ഇവിടെ എടുത്തില്ല ഗൈസ്. കാരണം നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഇതൊക്കെ മതി. ഗെറ്റ് റെഡി വിത്ത് മീ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. അത് ലോങ് വീഡിയോ. സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെ ബ്ലണ്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉറപ്പായിട്ട് വേണം ഗൈസ്. ഓക്കെ, അപ്പം നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് ഈ ലുക്കൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. മുടി ഞാൻ തിരുത്തിട്ടില്ല, വെറുതെ ഇതിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.